പ്രോസസ്സിംഗ് കഴിയുമ്പോഴേക്കും നിന്റെ ചീട്ട് ജനങ്ങൾ കീറും സതീശ. താൻ വെച്ച കെണി പാളിയെന്നും അത് ബൂമറാങ്ങായി തൻ്റെ പിടുക്കിൽ തന്നെ കൊണ്ടെന്നും മനസ്സിലാക്കിയിട്ടും വി.ഡി. സതീശൻ എന്ന കോൺഗ്രസിൻ്റെ അന്തകൻ ഇന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നു നിന്ന് മെഴുകുന്നത് കാണുക. കാര്യങ്ങൾ പ്രോസസ്സിങ്ങിലാണെന്ന്. നിന്റെ പ്രോസസ്സിംഗ് ജനങ്ങൾ നിർത്തിക്കൊണ്ടിരിക്കുകയാണ് സതീശ. നീ ഇനി നിയമസഭയുടെ പടി കാണില്ല എന്ന് ഇവിടുത്തെ സാധാരണ കോൺഗ്രസ് അനുഭാവികൾ, പ്രവർത്തകർ ആ വെല്ലുവിളി അവരെ ഏറ്റെടുത്തു കഴിഞ്ഞു. നിനക്ക് സോഷ്യൽ മീഡിയയെ പേടിയില്ലെന്നോ? നിനക്ക് PR പണി ചെയ്യുന്ന മാധ്യമങ്ങളുടെ നിന്നെക്കുറിച്ച് അവർ ചെയ്യുന്ന വീഡിയോകളുടെ അടിയിലെ ആ കമൻറ്റും കൂടി ഒന്ന് സമയം കിട്ടുമ്പോൾ വായിക്കുക. കൊള്ളാവുന്ന എല്ലാവരെയും താൻ ഒതുക്കി. താനാണ് പാർട്ടിയുടെ സർവസ്വവും എന്ന് പറഞ്ഞ് നടക്കുന്ന നാണംകെട്ട സതീശ, നിന്റെ 3.5 കൊല്ലമായ ആ ഗർഭം എവിടെയാണ്? രാഹുൽ അടഞ്ഞ അധ്യായമാണെന്നോ? നിന്നെ ഇവിടുത്തെ ജനങ്ങൾ അടഞ്ഞ അധ്യായമാക്കി കഴിഞ്ഞിരിക്കുന്നു. വെടുമെടുക്കന്മാരായ ചെറുപ്പക്കാരെ ഒതുക്കി രാവിലെ മുതൽ പൗഡറുമിട്ട് ബൈറ്റ് കൊടുക്കുവാൻ കറങ്ങി നടക്കുകയാണ്. സ്ത്രീകളോടുള്ള ബഹുമാനത്തിൻ്റെ സൂചനയായിട്ടാണ് അത്രേ ഈ തരവഴി കാണിച്ചതെന്നാണ് സതീശൻ ആവർത്തിക്കുന്നത്. എന്നാൽ ഇവൻ തേച്ച ഒരു പാർട്ടി പ്രവർത്തക സതീശനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് കേട്ടിട്ട് നമുക്ക് സതീശന്റെ ആ മെഴുകൽ കാണാം. എന്തിനാണ് എന്നെ പോലെ ദുർബലയും പാവവും സാധുവുമായ നിരാലംബയായോ വിധവയായ ഒരു സ്ത്രീയെ ഇദ്ദേഹം ഭയപ്പെടുന്നത് എന്തിനാണ് ഭയപ്പെടുന്നത്? അദ്ദേഹത്തെക്കാൾ ഈ പാർട്ടിയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടില്ലേ? ഈ പാർട്ടി എന്റേതും കൂടിയല്ലേ? അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു സ്കൂട്ടർ പോലും ഉണ്ടായിരുന്നില്ല. അത് രമേശ്ജിയോട് ചോദിച്ചാൽ പറയും. ഒരു കൂട്ടുകാരന്റെ സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തിട്ട് അദ്ദേഹം ഇവിടെ മണി ചെയിൻ തട്ടിപ്പിന് വേണ്ടി ഇറങ്ങി നടന്നൊരു കാലമുണ്ട്. അതിന്റെ തെളിവുകളൊക്കെ ഇപ്പൊ പുറത്തുവിടും. 3000 രൂപ കൊടുത്താൽ 3 മാസം കഴിയുമ്പോൾ അത് 5000 രൂപയാവും. ആ സ്കൂട്ടർ ചവിട്ടി സ്റ്റാർട്ടാക്കുന്ന വർക്ക്ഷോപ്പിൽ കൊടുക്കുമ്പോൾ പൈസ കൊടുക്കണമല്ലോ. ജോജോ മനക്കൽ എന്ന് പറഞ്ഞ എന്റെ യൂത്ത് കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറി ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് വന്ന വഴിയൊന്നും മറക്കല്ലേ പ്രിയപ്പെട്ട സതീശ. ഇനി സതീശന്റെ തേഞ്ഞ ന്യായീകരണം കാണാം. അതൊരു പ്രോസസ്സാണ്. യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഇവിടെ ഉണ്ട്. എല്ലാവരുമായിട്ട് സംസാരിച്ച് റിപ്പോർട്ട് കൊടുത്ത് അവരെല്ലാവരും 31-ാം തീയതി വരെ ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ പരിപാടിയിലായിരുന്നതിന് ശേഷമാണ് അവർ വന്നത്. അതൊരു പ്രോസസ്സാണ്. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റി എല്ലാവരുമായിട്ട് കൂടിയാലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കും. ഒരു ഇതുമില്ല ആ കാര്യത്തിൽ. കാലതാമസം വന്നത് ഇതുകൊണ്ടാണ്. എല്ലാവരും ദേശീയ കമ്മിറ്റി എല്ലാവരും പ്രസിഡന്റ് അടക്കം എല്ലാവരും ബീഹാറിലായിരുന്നു. അതിനുശേഷം അവർ ആ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കാർക്കും അതിൻ്റെ അകത്ത് കാര്യമില്ല. അവരതിനൊരു പ്രൊസീജിയർ ഉണ്ട്. അത് തീരുമാനിച്ച് അവർ പ്രഖ്യാപിക്കും. അല്ല, അത് അന്വേഷിക്കട്ടെ. എന്താണ് ഏത് രീതിയിൽ അന്വേഷിച്ച് ഞങ്ങൾ അതിനൊന്നിനെയും ഞങ്ങൾ എതിർക്കില്ല. ഞങ്ങളെടുത്തൊരു നിലപാടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്ന നിലപാടാണ്. ഞാൻ അതിന് ഒരുപാട് ആക്ഷേപം കേൾക്കുന്ന ആളാണ്. സമൂഹ മാധ്യമങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലും എല്ലാം ഒരുപാട് ആക്ഷേപം കേൾക്കുന്ന ആളാണ്. ഒരു സമൂഹ മാധ്യമത്തിലെ ഭീഷണി കൊണ്ടും ഒരു കാര്യം കൊണ്ടും നമ്മുടെ നിലപാടിൽ നിന്നൊരു മാറ്റം ഉണ്ടാവില്ല. നമ്മുടെ ബോധ്യങ്ങളിൽ നിന്നാണ് നമ്മൾ നിലപാടെടുത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് വേണമെങ്കിൽ CPM-നെ പോലെ എന്തെല്ലാം കാരണങ്ങൾ പറഞ്ഞ് FIR ഇല്ല, കംപ്ലൈൻ്റ് ഇല്ല, അങ്ങനെയില്ല ഇങ്ങനെയില്ല എന്തൊക്കെയാണ് പറയണേ CPM നേതാക്കൾ ഓരോ ഇതിലും പെടുന്നു. അതൊന്നും ഞങ്ങൾ ചെയ്തില്ലല്ലോ. ഞങ്ങൾ കൂടിയാലോചിച്ച്, ഞങ്ങളുടെ നേതാക്കന്മാർ കൂടിയാലോചിച്ച് ഞങ്ങൾ യുനാനിമസായിട്ട് ഏകകണ്ഠമായി ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ആ തീരുമാനത്തിൽ യാതൊരു മാറ്റവും. ആ തീരുമാനം ഞങ്ങളുടെ ബോധ്യങ്ങളിൽ നിന്നും ഞങ്ങളുടെ അറിവുകളിൽ നിന്നും ഞങ്ങളെടുത്ത തീരുമാനമാണ്. അത് സ്ത്രീകളോടുള്ള ബഹുമാനത്തിൻ്റെ, കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ബഹുമാനത്തിൻ്റെ ഇതുകൂടിയാണ്. അതിൻ്റെ പേരിൽ എന്ത് ആക്ഷേപം കേൾക്കാൻ എന്തു പറഞ്ഞാലും ഇപ്പോൾ അല്ലെങ്കിൽ തന്നെ CPM ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളെ ടാർഗറ്റ് ചെയ്ത് ഡെയിലി 10 കാർഡും 10 വീഡിയോയും ഇറക്കണം എന്നുള്ള നിർദ്ദേശമാണ് പോയിരിക്കുന്നത്. എല്ലാ ദിവസവും ഒരുപാട് കാർഡുകൾ ഇറക്കുന്നുണ്ട്. ഞാൻ ദുബായി പോയപ്പോൾ ജീൻസ് ഇട്ടെന്നും പറഞ്ഞ് ഒരു സംഭവം ഇറക്കിയിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ ജീൻസ് ഇടാറുള്ള ആളാണ്. എല്ലാ വസ്ത്രങ്ങളും ഉപയോഗിക്കാറുള്ള ആളാണ്. അങ്ങനെ ഓരോന്നും ഇങ്ങനെ മൈക്രോസ്കോപ്പിക് ലെൻസ് വെച്ച് കണ്ട് ഇത് ചെയ്യുന്നുണ്ട്. അതിലൊന്നും ഭയന്ന് പിന്നോട്ട് പോകുന്ന ആളല്ല നമ്മളാരും. വരട്ടെ, നമുക്ക് കാണാം. അല്ല, അതെല്ലാം പാർട്ടി എടുക്കേണ്ട ചില തീരുമാനങ്ങളുടെ ഭാഗമായിട്ടാണ്. ഞങ്ങളെല്ലാം കൂടിയാലോചിച്ച് എല്ലാ തീരുമാനം എടുക്കുള്ളൂ. അല്ല, ഇപ്പം ഞാൻ CLP ലീഡറാണ്. ഞാൻ പോലും ആ തീരുമാനം ഞാനാണ് പറയേണ്ട ആ തീരുമാനം അല്ലേ? ഞാൻ പോലും പറയാൻ പാടില്ല അങ്ങനെ തീരുമാനം. അത് എല്ലാവരുമായിട്ട് കൂടി ആലോചിച്ചിട്ട് അന്നത്തെ സാഹചര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അല്ലാതെ നേരത്തെ എന്തിനാണ് പറയണത്? എനിക്കൊറ്റയ്ക്ക് പറയാൻ പാടില്ല. ഞാനാണത് പറയേണ്ട ആള്.
വേറെ ആരുമല്ല പറയേണ്ടത്, ഞാനാ പറയേണ്ടത്. പക്ഷേ അത് ഞാൻ പറയുമ്പോൾ പോലും ഞാൻ എല്ലാവരുമായിട്ട് കൂടിയാലോചിച്ചിട്ട് പറയാൻ പോലും ഞങ്ങൾ ആ സമയത്ത് അതാത് സമയത്ത് ഞങ്ങൾ എല്ലാവരും എല്ലാ ദിവസവും പരസ്പരം സംസാരിക്കുന്നുണ്ട് നേതൃത്വം. ഈ കാര്യം മാത്രമല്ല, വേറെ ഒരുപാട് കാര്യം. കളക്റ്റീവ് ലീഡർഷിപ്പാണ് കേരളത്തിലെ കോൺഗ്രസിനുള്ളത്. UDFനും ഒരു കളക്റ്റീവ് ലീഡർഷിപ്പാണുള്ളത്. ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ ഞങ്ങൾ കൂടിയാലോചിച്ച് എല്ലാ തീരുമാനവും എടുക്കുള്ളൂ. ആ തീരുമാനത്തിൻ്റെ അത് പറയുന്നതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഞാനത് ഏറ്റെടുക്കും. അറിയാമല്ല, ഏത് തീരുമാനം പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ തീരുമാനത്തിൻ്റെ ഉത്തരവാദിത്വം കൂടി അത് നമ്മൾ ഏറ്റെടുക്കും. നമുക്കാണ് ഉത്തരവാദിത്വം. അതിൻ്റെ അകത്ത് എന്തു വന്നാലും നമ്മൾ ആലോചിച്ചെടുക്കുന്ന ഒരു തീരുമാനത്തിൻ്റെ ഉത്തരവാദിത്വം നമ്മളെടുക്കാതെ നമ്മളെടുക്കും. ഒരു സംശയ കാര്യത്തിൽ വേണ്ട. പൂർണ്ണമായ ആത്മവിശ്വാസത്തിലാണ് എല്ലാ കാര്യങ്ങളും. തീരുമാനങ്ങളെല്ലാം എടുത്തത് ശരിയാണെന്നും ഇനി എടുക്കുന്ന തീരുമാനങ്ങളും ശരിയായ തീരുമാനങ്ങളെ എടുക്കുന്നുള്ള ബോധ്യം നമുക്കുണ്ട്. നമ്മുടെ കൺവിക്ഷനാണ് പ്രധാനം. വിശ്വാസ്യത. ഒരു പാർട്ടിയുടെ വ്യക്തികളുടെ അല്ലല്ലോ. വ്യക്തിക്കൊക്കെ എന്ത് പ്രാധാന്യം? നമ്മൾ പോയ നാളെ വേറെ ആൾ വരും. വ്യക്തിക്കല്ല, നമ്മളിരിക്കുമ്പോൾ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഒരു വിശ്വാസ്യതയുണ്ട്, അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്, അതിൻ്റെ ഒരു അന്തസ്സുണ്ട്. അത് കളഞ്ഞു വിളിക്കാൻ ഞങ്ങൾ സമ്മതിക്കും. ഇതൊക്കെ കണ്ടിട്ട് കോൺഗ്രസ് സ്നേഹികളെ നിങ്ങളുടെ നാക്ക് ചൊറിയുന്നില്ലേ? പ്രതികരണം അറിയിച്ചാലും ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് ജനങ്ങളുടെ പ്രതികരണങ്ങൾ. എന്റെ പേര് നബീസയാണ്. ഇത് കണ്ടൂരിന്നാണ്. ആ BD സതീശനെ ചെന്നിത്തലിനെ ഒന്ന് ചവിട്ടി പുറത്താക്കുവോ? ആ കൂട്ടത്തിനെ ഒന്ന് കഴിച്ചിലാക്കുവോ? ഇല്ലാത്ത കേസുണ്ടാക്കി ഇങ്ങോട്ട്. ഞാനൊരു കോൺഗ്രസ്സുകാരത്തിയാണ്, ഇങ്ങോട്ട് വരട്ടെ വോട്ടും ചോദിച്ച്. ഇതിലെന്തുണ്ടാക്കണ്ട. പക്ഷെ ഓലെ രണ്ടാളെ, ആ നാറിനെ രണ്ടാളെ ഇറക്കി വിടണം. ഓല് നല്ലോണം കുത്തുന്ന തിന്നട്ടെ. ഭയങ്കര സാധനങ്ങൾ. ആ പാവപ്പെട്ട ചെറുക്കനെ കാട്ടുന്ന കാട്ടില് ഓർക്ക് രണ്ടാക്കും വോട്ടില്ല. ഒരു തോറ്റ് തൊപ്പിട്ട് ഇങ്ങോട്ട് പോണം. ഇങ്ങനത്തെ ചെറുപ്പക്കാര് വരണം. ചാണ്ടി ഉമ്മന്, പിന്നെ മാങ്കൂട്ടം, സാഫി, അങ്ങനെയുള്ളവര് വരണം. അല്ലാതെ ഇബലും വേണ്ടന്നെ. ഇവരാ വെള്ളക്കുപ്പായൊന്നും അയച്ചിട്ടിങ്ങാണ്ടൊന്ന് പോയി കിട്ടിയെങ്കിൽ ഓനതിലെ ഒരു പെണ്ണിന്റെ പിന്നാലെ കേക്ക് മുറിച്ച് നടക്കണ്. അത് ഓന രണ്ടാം പെണ്ണുങ്ങൾക്ക് ഉണ്ടായതാണ് ഈ കാരം. എന്റെ ഒരു പ്രാവശ്യം ഇടവനക്കാട് BD സതീശന്റെ നമ്പർ നിങ്ങൾ ചോദിക്കാനും വേണ്ടി വിളിച്ചാണ്. ആ കള്ളനെ രണ്ട് ചീത്ത പറയാനായിട്ടാണ്. കള്ളനാ. ഞാൻ അയാൾ ഞാനും അടുത്തടുത്തുള്ളതാണ്. അയാൾ പറവൂരും ഞാൻ ഇടവനക്കാട് ബൈക്കിൽ. എനിക്ക് 70 വയസ്സായിട്ടുണ്ട്. ഞാനും കോൺഗ്രസ്സുകാരൻ തന്നെയാണ്. ജനിച്ചപ്പോ തൊട്ട് എന്റെ കാരണന്മാരൊക്കെ കോൺഗ്രസ്സുകാർ തന്നെയാണ്. കള്ളനാ. നിങ്ങൾ നാട്ടുകാരെ ജയിപ്പിക്കൂനെ? ഇല്ല, ജയിപ്പിക്കൂല. ഒരു കാരണവശാലും ജയിപ്പിക്കൂല. അവനെ ജയിപ്പിക്കൂല. കള്ളൻ. പാപം ചെക്കന് വേനടായിക്കളഞ്ഞു കള്ളൻ. അവനൊക്കെ അധികാരം കിട്ടൂല. അതിന്റെ മോഹമാണ് അവൻ. ആ ചെക്കണം വെറുതെ മെനടായിക്കളഞ്ഞാണ്. ആ ചെക്കന തരം താഴ്ത്തിക്കളഞ്ഞാണ്. ഒന്നുമില്ല ഉണ്ടായിക്കളഞ്ഞാണത് കള്ളൻ. അതെ, അയാളുടെ നമ്പറും തരാമോ? അയാൾ രണ്ട് ചീത്ത പറയണ്ടാണ്. ഇനി ഇവന് വോട്ട് കൊടുക്കുമോ അടുത്ത പ്രാവശ്യം? ഇല്ല, അവന് വോട്ട് കൊടുക്കൂല. ഞങ്ങളുടെ വാർഡ്, ഞങ്ങളുടെ സ്ഥലം വേറെ, ഞങ്ങളുടെ ബൈക്കിലാണ്. അയാളുടെ പറവൂരി. ഇയാളെ പുറത്താക്കി രാഹുലിന്റെ മാങ്കൂട്ടത്തിൽ എടുത്തില്ലെങ്കിൽ ഞങ്ങൾ വോട്ടും ചെയ്യില്ല, വോട്ട് കൊടുക്കുകയില്ല. രാഹുലിന്റെ കാര്യം നേരാൻ വഴിക്ക് വന്നെങ്കിൽ മാത്രമേ ഇവിടെ കോൺഗ്രസിന് വോട്ട് കൊടുക്കുകയുള്ളൂ. കോൺഗ്രസിന് വോട്ട് കൊടുക്കും, അല്ലെങ്കിൽ വോട്ട് ചെയ്യില്ല. ഞങ്ങൾ വോട്ട് മറിച്ചിട്ട് ചെയ്യില്ല. എങ്കിലും വോട്ട് ചെയ്തിരുന്ന അവർ ജയിക്കുമെന്ന് നമുക്കറിയാം. എങ്കിലും ഇവൻ ഇവനെ മാറ്റിയും വേണം, ഇവൻ മാറുകയും വേണം. രാഹുലിനെ ഇതിൽ കൊണ്ടുവരികയും വേണം. രാഹുലിനെ എന്നാലും മാത്രമേ രക്ഷയുള്ളൂ. എന്തോരം പ്രീതിയാണ് നേടിയേക്കുന്നത് അറിയാവൂ അവനാ ചെറുക്കൻ. അപ്പൊ അതുകൊണ്ട് അവനെ വേഗം മാറ്റു. കടനാട് ഞാൻ സാറിന്റെ പരിപാടി ഒന്നും കേൾക്കുന്നുണ്ട്. എനിക്ക് ഇത് ഈ ഹരം വിളക്കുമ്പോൾ മുതൽ ഞാൻ സാറിന്റെ പരിപാടി കേട്ടോണ്ടിരിക്കുക. അപ്പൊ ഓരോരുത്തരുടെയൊക്കെ അഭിപ്രായം ഞാന് കേട്ട് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായി. ഇന്നൊരു സഹോദരൻ പറഞ്ഞ് എനിക്ക് അതിനോട് 100% ജോയിപ്പായി. ഇവന്മാരുടെയൊക്കെ നമ്പർ പിടിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടുവാണെങ്കിൽ ഇതിനെയൊക്കെ ഒന്ന് ചോദിക്കായിരുന്നു. ഇപ്പൊ സാറിനോട് മാത്രമേ പറയത്തുള്ളൂ എന്ന് ഞാൻ കേട്ടതാ. അതെ, അതുപോലെ എന്തെങ്കിലും സംവിധാനം ഉണ്ടെങ്കിൽ യുവമാരുടെയൊക്കെ നമ്പറുകളൊന്ന് നമുക്ക് കിട്ടാൻ ഒരു വശമില്ല. കിട്ടുവാണെങ്കിൽ നമുക്ക് യുവമാരെയൊക്കെ നേരിട്ട് വിളിച്ച് പെണ്ണിന്റെ അപ്പനി അമ്മയൊക്കെ അതിന്റെ വിവരം പറയാം. എന്തൊരു കഷ്ടമാണ് ഇവന്മാര് കാണിക്കുന്നത്. നല്ലൊരു ചെറുപ്പക്കാര് സെറ്റ് ഇവിടെ വളർന്നു വന്ന ഈ രാജ്യം രക്ഷപ്പെടുമെന്നൊന്ന് ഓർത്തിരിക്കുമ്പോ ഇതിക്കിട്ട് നാറിയ പരിപാടിക്ക് ഈ സതീശനും ചെന്നിത്തലയിലും ഒക്കെ കൂട്ടുനിൽക്കുന്ന ഓർക്കും. ഇവന് മുഖ്യമന്ത്രി കസേര മാത്രമേ ഉള്ളൂ നോട്ടം. ഇങ്ങനെയുള്ള ഈ പട്ടികളെ ഇവിടുന്ന് അടിച്ചു പോയിക്കാല് ഈ നാട് രക്ഷപ്പെടുകയുള്ളൂ. ഇവനെല്ലാളെ കൂടെ ഇന്നലെ ആ ഒരു പാവം ചെറുക്കനായിട്ട് ഉരുട്ടുന്ന കണ്ടില്ലേ സ്റ്റാലില്. എന്നിട്ട് ഇവന്റെ വായി പഴമാണ്. ഇവന്മാര് മിണ്ടിട്ടില്ലല്ലോ. ചെന്നിത്തലയരുണ്ട്, സതീശനുണ്ട്. അതുപോലെ ഇടിയും തവണയും കൊണ്ട് നടന്ന ഒരു പയ്യനായി മാങ്കൂട്ടം. അവനെ ഈ തൊഴി ഇടിയെല്ലാം കൊണ്ടേച്ച് ഇപ്പം യുവന്മാര് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി നടക്കാൻ നമുക്ക് നാണമുണ്ട്. നാറി വെക്കും. ഇവനെ കൊണ്ട് പണി എപ്പിച്ച ചുമ്മാര് ചെണ്ടക്കെട്ട് കൊട്ടുന്ന ചെണ്ടക്കാരൻ
ചെണ്ടക്കെട്ട് കൊട്ടി കാശ് ഉണ്ടാക്കുന്ന പോലെ ഇവന്മാര് ചെണ്ടയും കൊട്ടി കാശ് മേടിച്ചോണ്ട് നടക്കണം. പിള്ളേരെ മുതുകത്ത് കൊട്ടും മേടിച്ചു. ഈ നാരികളെ ഈ രാജ്യത്തുനിന്ന് തന്നെ ഓടിക്കും. ഈ നാട് ശാപം ഈ രാജ്യക്കാർ. ഇവന്മാരെല്ലാം കൂടി ആ പ്രളയപ്പണ്ടിന് പ്രളയം ഉണ്ടാക്കിയ പണത്തെപ്പറ്റി ഇവന്മാർ മിണ്ടുന്നില്ല. ഇവന്മാർ വീതം വെച്ചു നാരികൾ. അന്ന് എത്രയോ രൂപ വിരിച്ചു ലോകത്തിന് നാനാ ഭാഗത്തുനിന്ന്. ഈ നാരികള് ഈ സതീശനും പിണറായി എല്ലാം ഇവരെ കൂടി അത് പങ്കിട്ടെടുത്ത് ഇപ്പൊ അതിന്റെ ഒരു അനക്കവും. ഇത് നിയമസഭയല്ലേ. അത് കഴിഞ്ഞ് എത്രയോ കൊടുങ്കാറ്റുണ്ടായപ്പോ പണ്ട് പിരിച്ചു. ഇപ്പൊ അവസാനം വയനാടിന്റെ ഉണ്ട്. ഇതെല്ലാം പിരിച്ച് ഇവന്മാരെല്ലാവരും കൂടി ഒരു അഡ്ജസ്റ്റ്മെന്റ് പരിപാടി, ഒരു കൊള്ള സംഘം. ഈ കൊള്ള സംഘത്തെ ഇവിടെ അടിച്ചോദിക്കാതെ ഈ നാട് രക്ഷപ്പെടുള്ളൂ. പിണറായി അതെ, കോൺഗ്രസിലെ കുറെ വൃത്തികെട്ടവന്മാർ, ഇവന്മാർ കാണിക്കുന്ന ഈ തോന്നിയാസങ്ങൾ നമുക്കറിയാമല്ലോ. അയ്യാഹാരം കഴിക്കുന്ന ഏത് മനുഷ്യനും പിടികിട്ടൂല ഈ ഇ.ഡി. സതീശൻ കാണിച്ച പരിപാടി. ഇവനെ ഓർക്കുന്ന ഇവന് 100 സീറ്റ് കിട്ടുമെന്നും പറഞ്ഞിപ്പം ഇരിക്കുക. അവന്റെ കയ്യിലല്ലേ ഇവിടുത്തെ സീറ്റ് ഇരിക്കുന്നു. അല്ലെങ്കിൽ ആ മലവാസിന് അവൻ പറഞ്ഞ ആ മലവാസിന് പോകേണ്ടി വരും ഈ കുറി. കാരണം ഇവന്റെ കയ്യിലാണ് സീറ്റ് ഇരിക്കുന്നത്. 100 സീറ്റ് ഞാൻ ഈ കുറി മേടിച്ചു തന്നേക്കാം. അപ്പൊ ഇവന്റെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ മുഴുവൻ ജനം അവൻ പറയുന്നവർ തോട്ടി ഞാൻ ഇരിക്കുക. എന്നിട്ട് അവൻ പറയല്ല, അല്ലെങ്കിൽ ഞാൻ വനവാസം നോക്കോളാം. ഇവൻ ഈ കുറി വനവാസം തന്നെ പോകേണ്ടി വരും. നാക്കറം അവന് പറ്റും. ആ വനവാസത്തിൽ തന്നെ പോകും. അവനവന്റെ നാട്ടിൽ പറയുന്നത് ചിലപ്പോ നാക്കറം പറ്റുമെന്നാ കേട്ടിട്ടുള്ളത്. ഒരു പാർട്ടിയെ അവിടെ KPC പ്രസിഡന്റ് ആയിട്ട് ഇരിപ്പുണ്ട്. അവനെ ഇതിനകത്ത് കൊള്ളാം. അവനെ മെത്രാന്റെ ലോക പൊക്കി പിടിക്കാൻ അവരെ കൊള്ളാം. മെത്രാന്മാരുടെ ലോകയ്ക്ക് അല്ലെങ്കിൽ പള്ളിയിൽ പോയി ധൂപക്കുറ്റി പാട്ടാരം. ഈ നാരിയൊക്കെ എന്നാത്തിന് KPC പ്രസിഡന്റ് ആയിട്ട് ഒരു കുത്തിച്ചൊല്ലെ അവിടെ കയറ്റി വെക്കുന്നത്. പാർട്ടി നാറി ഇവരെയൊക്കെ നാണം കേട്ടാ. ഇത് കേൾക്കുമ്പോ എനിക്ക് ഈ മാങ്കോട്ടത്തിന്റെ കാര്യം ഓർത്തിട്ട് ഒരു സമാധാനമുണ്ട്. നല്ലൊരു ഓണം തല്ലിക്കിടത്താൻ വേണ്ടിയാ കൂത്തിച്ച് ഇറങ്ങി തിരിച്ചിരിക്കുക. നാളെ ഒരു ഓണം ആഘോഷിക്കാൻ വേണ്ടി ഇരുന്ന കേരളീയരുടെ മുഴുവൻ ഓണത്തിന്റെ ആ സന്തോഷം തല്ലിക്കിടത്തി. ആ പെണ്ണും ഈ സതീശനും കൂടി ഇവരാണ് ഈ കേരളത്തോട് ഇനി മറുപടി പറയണം. കേരളത്തിലെ ജനങ്ങൾക്കുണ്ടാക്കിയ മാനസിക വിഷമത്തിന് ഇവന്മാരവര് കേസ് കൊടുക്കണം. ഈ ഓണം കോടിക്കണക്കിന് രൂപ മുടക്കി ഇവന്മാർ മുടക്കണ്ട. പിണറായി വിജയൻ സന്തോഷിപ്പിക്കും. ആറി വന്ന പത്രസമ്മേളനം നടത്തുമ്പോൾ അവൻ ഇതുവരെ അവൻ തിരിച്ചു കണ്ടിട്ടില്ല. ഈ പത്രസമ്മേളനം ആരെ വിളിക്കാറുമില്ല. ഈ പ്രാവശ്യം അവൻ എന്ത് സന്തോഷമായിരുന്നു. ആ പത്രസമ്മേളനം അവൻ ഇതിനു വേണ്ടി തന്നെ വിളിച്ചതാ, ഈ അന്വേഷണം പ്രഖ്യാപിക്കാൻ വേണ്ടി. എന്നിട്ട് പത്രക്കാര് നിങ്ങളെ കുത്തിക്കോട്ടെ ഉള്ളു, എന്നാ നിങ്ങളെ അഭിനന്ദിക്കുന്നു. എന്നിട്ട് അവൻ ഉണ്ടാക്കിയില്ല. ഞാൻ ആ സാറിന്റെ സമയം കളയുന്നില്ല. പലരും വിളിക്കാൻ കാണും. സാറ് കാര്യത്തിന് മുന്നോട്ടിറങ്ങിയ സാറിനെ 100 അഭിനന്ദനങ്ങൾ. ഇനിയും നമുക്ക് എങ്ങനെയെങ്കിലും ആ മാങ്കോട്ടത്തെ പാലക്കാട് പാലക്കാടിന്റെ പട്ടണ വീതികളിൽ കൂടി യേശുക്രിസ്തു യെരൂശലേമിൽ ഇറങ്ങിയ പോലെ ഒരു വരവേപ്പ് അവിടെ നടത്തണം. അത് കേരളത്തിന്റെ ചരിത്രം മാറ്റി കുറിക്കുമെന്നായിരിക്കും. യേശുക്രിസ്തു യെരൂശലേമിൽ കഴുതപ്പുറത്ത് ഇറങ്ങിയ പോലെ മാങ്കോട്ടത്തിന് ഒരു കഴുതി അല്ലെങ്കിൽ ഒരു കുതിരപ്പുറത്തെങ്കിലും ആ തെരുവീതികളിൽ ഇവിടുത്തെ അമ്മ പെങ്ങന്മാരെല്ലാവരും കൂടി അയാൾക്ക് ഓശാന പാടാന ഞാനും വരുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു കഴിവില്ല. 100 കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരെ സാറിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നു. അവർ പേടിക്കൊണ്ട് വിളിക്കാതിരിക്കും. കാരണം ഈ പരിപാടി കേൾക്കുന്നുണ്ട്. പെണ്ണുങ്ങളെല്ലാം ആവേശങ്ങളും വളരെ. ഞാനിവിടെ അടുത്തുള്ള ഒരു ചേച്ചി, അവള് വിധവയാണ്, ഒറ്റയ്ക്ക് ഇരിക്കുക. അവള് പറയുന്നത് ഞാൻ ഊണും ഉറക്കമില്ല ഈ മാങ്കോട്ടത്തിന്റെ കാര്യം ഓർത്ത്. ഇത്രയും നല്ലൊരു പയ്യൻ. ഇങ്ങനെ ഓരോ പെണ്ണുങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അവര് പറയും. ഇങ്ങനെ എത്രയോ ആരാധിക്കുന്ന ഒരു വ്യക്തി, അവനൊരു അവതാര പുരുഷനാണ്. ഇവനും ഷാഫിയൊക്കെ കേരളത്തിനെ രക്ഷിക്കാൻ വേണ്ടി വന്ന അവതാരങ്ങളാണ്. ആ വാര്യറും മിടക്കന. ഉമ്മൻചാണ്ടിയുടെ മകന് അവനെ പിണറായിയുടെ കാര്യം പറയാൻ ഇത്ര ബുദ്ധിമുട്ട്. അവന് പിണറായിയെ പേടിയാണ്. അവൻ കമ്മൽഷുകാരെന്നാ പറയും. ഇവന് മാങ്കോട്ടം മാത്രമേ ഉള്ളൂ. പിണറായി വിജയനെന്ന് പറഞ്ഞ് വിളിച്ച അഭിവാദനം ചെയ്തു. അവന് തൻ്റെ ഉള്ളവൻ, അവൻ ആണത്തുള്ളവൻ. ഷാഫി, ഇവർ 2 ഇറങ്ങിയാൽ മതി ഈ കേരളം പിടിച്ചെടുക്കാം. അതുകൊണ്ട് സാറ് നടത്തുന്ന ഈ പരിശ്രമം വളരെ നന്ദിയുണ്ട് സാറിനോട്. ഞാൻ സാറിന്റെ സമയം കളയുന്നില്ല. സാറിനെ ഞാൻ വിളിക്കുന്ന അടൂരിൽ നിന്നാണ്. എൻ്റെ പേര് കുര്യൻ എന്നാണ്. ഞാൻ ഈ രാഹുലിന്റെ വിഷയം കേട്ടപ്പം മുതൽ സാറിനെ വിളിക്കുന്നുണ്ട്, കിട്ടുന്നില്ല. സാറിന്റെ ഈ പ്രസ്ഥാനം നാൾക്ക് നാൾ അഭിവൃദ്ധി പ്രാപിച്ച് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ എല്ലാവിധ വിജയാശംസകളും നേരുന്നു.
സാറിൻ്റെ പ്രോഗ്രാം മിക്കവാറും എല്ലാം ഞാൻ കാണാറുണ്ട് 2 കൊല്ലം കൊണ്ട് തുടർച്ചയായിട്ട്. പിന്നെ എനിക്ക് രാഹുലിൻ്റെ അപ്പുറത്തെ ഇപ്പുറത്തെ വാർഡാണ്, ഞാൻ അടുത്തുള്ള ഒരു പ്രദേശക്കാരനാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എങ്ങനെയും ഞാൻ പോരാങ്കിൽ ഒരു കോൺഗ്രസ് കുടുംബത്തിൽ ജനിച്ചു വളർന്നവനാണ്. കോൺഗ്രസിൻ്റെ ഒരു യൂണിറ്റ് തന്നെ ഞങ്ങളുടെ ഈ പള്ളിക്കൽ വാർഡിൽ ഓപ്പൺ ചെയ്യിച്ചത് ഞാൻ എൻ്റെ യൗവനകാലത്ത്. എനിക്കിപ്പോൾ 72 വയസ്സായി. ഇപ്പോൾ വലിയ രാഷ്ട്രീയ പ്രവർത്തനമൊന്നും ഇല്ലെങ്കിൽ തന്നെ ഞാൻ ഇടക്കാലത്ത് എനിക്കും ഈ പാർട്ടിയിൽ നിന്നുണ്ടായ ഒരു തിക്ത അനുഭവം വെച്ച് ഇടക്കാലത്ത് പാർട്ടിയിൽ നിന്ന് മാറി CPM വരെ പോയവനാണ്. എന്നിട്ട് ലാസ്റ്റിൽ വീണ്ടും ഞാൻ അവിടുത്തെ അനുഭവം മനസ്സിലാക്കിയപ്പോൾ, പ്രത്യേകിച്ച് ഈ രാഹുലിനെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ വിവരം അറിഞ്ഞപ്പോൾ മുതൽ ഞാൻ സത്യം പറഞ്ഞാൽ ആ പാർട്ടിക്കാർ കാണിക്കുന്ന തോന്നിവാസം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് തിരിച്ച് വീണ്ടും കോൺഗ്രസിൽ വന്നു. അവരെന്നെ പൊന്നുപോലെ സ്വീകരിച്ച്, പൊന്നാട വരെ ഇട്ടത് സ്വീകരിച്ച പാർട്ടിയിൽ ഇപ്പം ഞാൻ വീണ്ടും കോൺഗ്രസിലുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ള, ഇത് തമ്മിലുള്ള വിഴുപ്പലത്തെ നിർത്തി ശക്തമായ പിന്തുണ പാർട്ടി രാഹുലിന് കൊടുത്ത് രംഗത്ത് കൊണ്ടുവരണം. ശക്തനായിട്ട് തന്നെ മുന്നോട്ട് പാർട്ടിയെ നയിക്കാൻ കഴിവുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ഞങ്ങൾ അയൽവാസികളാണെങ്കിലും അടുത്ത നാട്ടുകാരാണെങ്കിലും തമ്മിൽ കാണാൻ എനിക്ക് ഒരിക്കൽ മാത്രമേ ഒരു അവസരം ഈ അടുത്ത നാളിൽ കിട്ടിയുള്ളൂ, MLA ആയതിനു ശേഷം. കാരണം ഞാനും ഒരു 10-30 കൊല്ലം പ്രവാസിയായിട്ട് അന്യ സ്ഥലത്തൊക്കെ ആയിരുന്നു. ആ സമയത്താണ് ഈ രാഹുലിൻ്റെ ജനനവും വളർച്ചയും ഒക്കെ. അപ്പം അങ്ങനെ ഒന്നും ഞാൻ കാണാൻ ഇടയായിട്ടില്ല. പക്ഷേ നാട്ടിൽ തിരിച്ച് ഞാനിപ്പോൾ വന്നിട്ടും 10 കൊല്ലത്തിൽ കൂടുതലാണ്, 12 വർഷമായി. അപ്പോൾ ഈ രാഹുൽ ഈ അടൂരിന് കിഴക്ക് മാങ്കൂട്ടം എന്നും പറഞ്ഞൊരു സ്ഥലമുണ്ട് ഏഴംകുളത്തിനടുത്ത്. അപ്പം അടൂർ ഇങ്ങനെ മാങ്കൂട്ടം എന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ച ആ മാങ്കൂട്ടത്തെങ്ങാണ്ടുള്ള ആളായിരിക്കുമെന്ന്. പിന്നെ ഞാൻ ഈ കോൺഗ്രസിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്തപ്പോൾ പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനും എടുക്കാനും ഒന്നും പോയില്ല. എങ്കിൽ തന്നെയും പിന്നീട് ഞാൻ ഈ രാഹുലിനെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഭാഗം TV-യിൽ കണ്ടപ്പോൾ നമ്മുടെ ഈ വീടിന് അടുത്തുള്ളവരൊക്കെ പലരും അതിൽ നിൽക്കുന്നു. പാർട്ടിയുടെ ആൾക്കാരെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഇവിടെ അടുത്തുള്ള ആളായിട്ടാണ് ഇത്രയും രാത്രിയിൽ ഓടിയെത്തിയത്. അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് എൻ്റെ വീടുമായിട്ട് 2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട്ടിൽ പോകാൻ. അങ്ങനെ മാങ്കൂട്ടം എന്നുള്ളത് അവരുടെ വീട്ടുപേരായിരുന്നു. അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ പിന്നീട് രാഹുൽ ജയിലിൽ കിടക്കുന്ന അറിഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തിരക്കി പോവുകയും അദ്ദേഹത്തിൻ്റെ അമ്മയുമായിട്ട് സംസാരിക്കുകയും എൻ്റെ ഫോൺ നമ്പർ കൊടുത്ത് എപ്പോൾ നാട്ടിൽ വന്നാലും എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞു. അവർ വിളിച്ചതും പറഞ്ഞതും ഒന്നും ഇല്ലെങ്കിലും ശരി, ഞാൻ യാദൃശികാൽ ഈ രാഹുലിൻ്റെ വീടിൻ്റെ അടുത്ത ജംഗ്ഷനിൽ നിൽക്കുന്ന സമയത്ത് നോക്കുമ്പോൾ ഉണ്ട് ഒരു MLA ബോർഡ് വെച്ചൊരു പുതിയ വണ്ടി വരുന്നു. ഞാൻ ആരാ നോക്കിയപ്പോൾ കറക്റ്റായിട്ട് ഞാൻ കാണാൻ ആഗ്രഹിച്ച രാഹുലായിരുന്നു. ഞാൻ ആ കാറിൻ്റെ പുറകെ ഓടിച്ചെന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തെ നേരിട്ട് കാണുകയും സംസാരിക്കാനുള്ള ഒരു അവസരവും കിട്ടി. ഈ പാർട്ടിയുടെ വീഴ്പ്പലൊക്കെ നിർത്തിയിട്ട് എല്ലാവരും കൂടെ ഐക്യത്തോടു കൂടി പോയി കഴിഞ്ഞാൽ വൻ വിജയം ഈ പ്രാവശ്യം കിട്ടുമായിരുന്നു. എല്ലാവരും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിൽ അവർക്കുള്ളിൽ തന്നെ അസ്വസ്ഥതയുള്ളവരുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു അവസരത്തെ നഷ്ടപ്പെടുത്തി കളയാതെ എങ്ങനെയും ഐക്യമായിട്ട് പോകണം. എല്ലാവിധ പിന്തുണയും കൊടുക്കണം. പ്രത്യേകിച്ച് സാറ് മാത്രമേ ഉള്ളൂ ധൈര്യസമേതം പരസ്യമായിട്ടുള്ള പ്രഖ്യാപനം നടത്തി അദ്ദേഹത്തെ സംരക്ഷിച്ച് വേണ്ടുന്ന എല്ലാ പിന്തുണകളും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സാറിൻ്റെ ഈ ചാനൽ നാൾക്ക് നാൾ അഭിവൃദ്ധി പ്രാപിച്ച് വരട്ടെ എന്ന് ഞാനും തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇതിനു മുമ്പ് വിളിച്ചിട്ടുള്ളത് നമ്മുടെ സമുദായ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടുള്ളതൊക്കെ ആയിരുന്നു. അന്ന് സാറിന് ഓർമ്മ കാണുമെന്ന് അറിയത്തില്ല. ഈ നമ്മുടെ സഭയിൽ, അതായത് ഞാനും ഇപ്പോൾ ഓർത്തഡോക്സിലാണ്, യാക്കോബ കുടുംബത്തിൽ എനിക്ക് വളർന്നവനാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെ സാഹചര്യത്തിൽ ഓർത്തഡോക്സിൽ പോകുന്നെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ആ ഒരു വിഷയം സംസാരിക്കാൻ പറ്റിയ ഇപ്പോൾ അവസരമല്ല. എങ്കിലും ഇപ്പോൾ ഒന്ന് ശാന്തതയായിട്ടുള്ളതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. സാറിന് ദീർഘായുസ് ആരോഗ്യം വരട്ടെ. ധൈര്യസമേതം മുന്നോട്ട് പോവുക. ജനലക്ഷങ്ങൾ സാറിന് പിന്തുണയുണ്ട്. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടം വെറും നിരപരാധിയാണ്. 85 വയസ്സുള്ള ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് പറഞ്ഞു പരത്തി കൂടുതലല്ലല്ലോ ഒരു യൗവനക്കാരനെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് വന്നതും പോയതും എല്ലാം ക്ഷമിച്ച് പാർട്ടി ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഐക്യത്തോടെ മുന്നേറിയാൽ ഈ പ്രാവശ്യം അമ്പയെ പരാജയപ്പെടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എല്ലാ വിജയാശംസകളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
എന്റെ പേര് ജിജോ എന്നാണ്. ഞാൻ സൗദി അറേബ്യയിൽ നിന്നാണ് വിളിക്കുന്നത്. സാറേ, ഈ രാഹുൽ സാറിന്റെ ഇതില് ഞങ്ങൾക്ക് വലിയ വിഷമമാണ്. സാറ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹമായ ഒരു കാര്യമാണ് ചെയ്യുന്നത്. അതെല്ലാം തുറന്ന് പറയുവാനും അത് പുറത്തേക്ക് കൊണ്ടുവരുവാനും കുറേ സഹായം ചെയ്യുന്നുണ്ട്. പക്ഷേ സാറേ, എന്റെ ഒരു അഭിപ്രായം, ഞാനൊരു കോൺഗ്രസിന്റെ ഒരു അനുഭാവിയാണ്. പക്ഷെ എന്നാലും ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൊണ്ട് നമ്മുടെ കേരളത്തില് തക്കി കെട്ടിയിരിക്കുന്ന ഒരു നിമിഷമാണ്. അവസാനത്തെ ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ഒരു നല്ല നേതാവ് എന്ന് പറഞ്ഞാൽ അച്യുതാനന്ദനായിരുന്നു. അച്യുതാനന്ദന്റെ കാലശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആരുമില്ല. ഉമ്മൻചാണ്ടിക്ക് ശേഷം ഇപ്പോൾ നമുക്കൊരു പ്രതീക്ഷയ്ക്കുള്ള ഷാഫി പറമ്പിലും മാങ്കൂട്ടനും മാത്രമേ ഉള്ളൂ, രാഹുൽ മാങ്കൂട്ടനും മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാനൊരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ ഞങ്ങൾക്കൊരു പ്രചോദനമായിട്ട് നിൽക്കുന്നത് ഇവർ രണ്ടുപേരും മാത്രമാണ്. ഒരു സ്ത്രീയുടെ പേരില് സ്ത്രീകൾ കംപ്ലൈന്റ് ചെയ്തു. ഇപ്പൊ എല്ലാവരും പറയുന്നു, നമ്മുടെ സിനിമാ നടി പറഞ്ഞതുപോലെ തന്നെ, ഒരു സ്ത്രീ ഒരു അപമര്യാദയായിട്ട് ഒരാൾ പെരുമാറി കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ അവരെ ബ്ലോക്ക് ചെയ്യാം. 2, അവർക്ക് അപ്പം തന്നെ കംപ്ലൈന്റ് ചെയ്യാം. ഇത്ര വിദ്യാഭ്യാസമില്ലാത്ത ഒരാൾ പോലും നമ്മുടെ കേരളത്തിൽ ഇല്ലെന്നുള്ളതാണ്. കുഞ്ഞു കൊച്ചുങ്ങൾക്ക് വരെയും തെറ്റായ രീതിയിൽ ഒരാൾ സംസാരിച്ചാൽ അതിനെതിരെ പ്രവർത്തിക്കാനായിട്ട് അവർക്കറിയാം. ഇത് കെട്ടിച്ചമച്ച് ആ ഒരു മനുഷ്യനെ ദ്രോഹിക്കാവുന്നതിന്റെ മാക്സിമം ദ്രോഹിച്ചു. നാണമുണ്ടോ ഈ സതീശൻ എന്ന് പറയുന്നതിന്? ഇനി വാപ്പൊക്കെ എന്താണ് കാണിച്ചു കൂട്ടുന്നത്? നമ്മുടെ കേരളത്തിലെ ഞങ്ങൾക്കൊക്കെ ഒരു പ്രതീക്ഷ, ഞങ്ങളൊരു പ്രവാസിയാണ്, ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. ഞങ്ങൾ കേരളത്തിൽ വന്ന് ഞങ്ങൾ എന്തെങ്കിലും തുടങ്ങണമെന്ന് ഞങ്ങൾക്ക് പേടിയാണ് സാറേ. ഇതേപോലത്തെ നേതാക്കന്മാരുള്ളവർക്ക് വന്ന് എന്ത് പ്രസ്ഥാനം ഞങ്ങൾക്ക് തുടങ്ങാൻ പറ്റും? ഞങ്ങൾക്ക് പേടിയാണ്. കിറ്റക്സ് പോയതുപോലെ ഞങ്ങളും വേറെ സ്റ്റേറ്റിൽ പോയി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹമായിട്ട് നിൽക്കുക. ഇതിനെ പോലുള്ള ഷാഫി പറമ്പില് ഞങ്ങളുടെ അഭിപ്രായത്തില് അടുത്ത ഒരു ഭരണം കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യോഗ്യനായ ഒരേ ഒരു വ്യക്തി ഷാഫിയാണ്. അതേപോലെ തന്നെ ഷാഫിക്ക് തൊട്ട് പിന്നാലെ രാഹുൽ മാങ്കൂട്ടവും ഒരു മുതിർന്ന സ്ഥാനത്ത് നിന്നാൽ കേരളം രക്ഷപ്പെടും. അല്ലാണ്ട് സതീശൻ ചെന്നിത്തലയെ പോലുള്ള ആര് നിന്നാലും നശിച്ച് നാറാണക്കല്ല് പിടിക്കാണ്ടിരിക്കുകയല്ല. ഇത് ഞങ്ങളുടെ ഞങ്ങൾ പല ഒരു കമ്മിറ്റികളിൽ ഇവിടെ എല്ലാത്തിലും ഞങ്ങൾ ചർച്ച ചെയ്യുന്നു. ഇവിടെ പ്രവാസികളായി കോൺഗ്രസിന്റെ ഇതിൽ നിൽക്കുന്ന ആൾക്കാർ വരെയും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. വലിച്ചു കീറണം ഈ ചെന്നിത്തലേനെ പോലുള്ളവരെയും എല്ലാവരെയും. അടുത്ത നിയമസഭയിലേക്ക് സമ്മേളനം ചെല്ലുമ്പോൾ ഷാഫി പറമ്പിൽ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. ഞങ്ങൾക്കതിപ്പോൾ കോണ്ടാക്ട് ചെയ്യാനുള്ള ഇതില്ല, ഞങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാകും. അതേപോലെ തന്നെ ആ പെൺകുട്ടികള് അവർക്ക് ഒരു ബോധമില്ലേ മറ്റേ പാർട്ടികളുടെ ആൾക്കാർ പറയുന്നത് കേട്ട് ഇങ്ങനെ ഒരു വ്യക്തിക്കെതിരെ പ്രതികരിക്കാൻ? ഇവിടെ നിയമമില്ലേ? അവർക്കും ഇല്ലേ? ഈ ആങ്ങളമാരും എല്ലാ അച്ഛനോ എല്ലാവരും ഇവരിതൊന്നും ചിന്തിക്കാണ്ടാണോ ഇവർ ഈ ചെയ്തു കൂട്ടുന്നത് ഇത് മൊത്തം? എന്റെ പേര് ജോയി, ഞാൻ കർണാടകന്നാണ് വിളിക്കുന്നത്. രാഹുലിന്റെ ന്യൂസ് കണ്ടിട്ടാണ് സാറിനെ വിളിക്കുന്നത്. ഒത്തിരി നന്ദി കേട്ടോ. ഈ രാഹുലിന്റെ ഈ വിഷയം ഈ പുറത്തു കൊണ്ടുവന്ന IT ന്യൂസ് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. ഒരു ദിവസം പോലും സാറിന്റെ ന്യൂസ് ഒരു പത്രക്കാർ ഈ സാധനം പുറത്ത് കൊണ്ടുവന്നിട്ടില്ല. ഇതിന്റെ ഏറ്റവും ക്രെഡിറ്റ് സാറിനാണ്. അത് വിളിച്ചൊരു നന്ദി പറയാൻ വേണ്ടി വിളിച്ചതാണ്. ഞാൻ കുറെ ദിവസം സാറിനെ ട്രൈ ചെയ്യായിരുന്നു, കിട്ടുന്നില്ല. നമ്പർ ഇപ്പൊ സാറിന്റെ ന്യൂസ് ഞാൻ തപ്പിയെടുത്തിയാണ്. നാട്ടിൽ സാറേ എന്റെ വീട് ചങ്ങനാശ്ശേരി. ഞങ്ങളൊക്കെ ഉണ്ടല്ലോ വർഷങ്ങളായിട്ട് ഞങ്ങൾ കോൺഗ്രസ്സുകാരാ. കാരണം ഈ വോട്ട് ലിസ്റ്റ് പേര് ഞാൻ 10-17 വർഷമായിട്ട് ഗൾഫിലായിരുന്നു. ഞാൻ ഇപ്പോൾ 2-3 വർഷമായി ഞാൻ നാട്ടിൽ വന്നിട്ട് ഞാൻ. കാരണം നമ്മൾ അതുകൊണ്ട് ഈ കോൺഗ്രസ്സുകാരെ സ്നേഹിച്ചാണ് സാറേ. ഈ രാഹുൽ മാങ്കൂട്ടം, ഷാഫി പറമ്പിൽ, നമ്മുടെ അങ്ങനെയുള്ള ചെറുപ്പക്കാർ കുറെ നല്ല മന്ത്രി ഇവർ കയറി വരാമെന്ന് എന്റെ സുനിൽ സാറ് നമ്മുടെ കോൺഗ്രസ് രക്ഷപ്പെടത്തില്ല. ഈ മുതുകളവന്മാർ, ഈ രമേശ് ചെന്നിത്തല, ഈ VD സതീശൻ, ഈ KC വേണുഗോപാല്, അവർ ഈ ചെറുപ്പക്കാരെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർ അനുവദിക്കത്തില്ല. ആ രാഹുലിന്റെ തല കെട്ടിച്ച കേസൊന്നും സാറേ അത് നമുക്കൊക്കെ അറിയാതെ. ഈ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുമ്പോൾ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ അപ്പം അവരൊന്നും ഉണ്ടാക്കില്ല ഇതുപോലുള്ള പേരുദോഷങ്ങൾ വരും സുനിൽ സാറേ. ഈ നമ്മുടെ എന്റെ മോള് പഠിച്ചാൽ ഞാനും എന്റെ വൈഫുമാണ് അതിന് കാരണക്കാരുത്. ഈ ആ പെണ്ണ് 3.5 വർഷം മുന്നേ അവൾക്ക് ഗർഭം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് ഇപ്പോൾ അവൾ പൊങ്ങി വരുമ്പോൾ അവൾ എന്തൊരു സൈസാണ് അവൾ. അതുകൊണ്ട് എന്റെ സാറേ ലോകം മൊത്തം പറഞ്ഞു, IT ന്യൂസ് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്നു, എന്താ ജനങ്ങൾ മൊത്തം പറഞ്ഞു. ഇനിയും ഈ എന്താ പറയുന്നത് വെച്ചാൽ സാറേ ഈ മുടിഞ്ഞവന്റെ ഭരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ നോക്കിയിരിക്കുകയായിരുന്നു. ഇവരൊന്ന് എല്ലാ അതായത് എന്താ മൂക്കിന്റെ വക്കത്ത് കൊണ്ടുവന്നിട്ട് കട ഉടയ്ക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പൊ ഈ കോൺഗ്രസ്സുകാർ കാണിച്ചു. ഈ 2-3 കളവ മന്ത്രിമാര് എങ്ങനെയും അടുത്ത ഭരണം ഇവർക്കൊന്ന് കിട്ടാൻ വേണ്ടി നമ്മളൊക്കെ വലിയ ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് സാറേ നോക്കിയ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും സാറേ? കോൺഗ്രസിന്റെ ഈ തമ്മിത്തല്ലാണ് BJPനെ ഏറ്റവും കൂടുതൽ വളർത്താൻ കാരണമെന്ന്. നമ്മളൊക്കെ സാറേ ഇവരുടെ ഈ നശിച്ച ഭരണത്തിൽ നമ്മൾ മടുത്തു.
കാരണം വെച്ചാൽ സാർ നോക്കിയ ഒരു നല്ല രീതിയിൽ ഇലക്ഷൻ, പഞ്ചായത്ത് ഇലക്ഷൻ വരികയാണ്. നമ്മുടെ ഈ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഇവന്മാർ ഇപ്പൊ തമ്മിൽ തള്ളിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു വെറുതെ ഇവനെ തരം താഴ്ത്തി ഇവൻ പൊങ്ങി വന്ന ഇവന്മാരിലേക്ക് ഇളവന്മാരെല്ലാം താഴ്ന്നു പോകും. അതിനുവേണ്ടി മനഃപൂർവ്വം കെട്ടിച്ച വെച്ചൊരു കഥയായിരുന്നു ഇപ്പം. അല്ലെങ്കിൽ സാറേ വാദിയില്ലാത്ത പ്രതിയില്ലാത്ത വാദിയാണ്. ഇതിന് സാക്ഷികളില്ല, തെളിവില്ല, കാര്യങ്ങളില്ല. ഒത്തിരി വിഷമമായി പോരാ. അതിൻ്റെ അകത്ത് സുനിൽ സാറിന് പറയാനുള്ളത് ഈ ഒരു സത്യാവസ്ഥ പുറത്ത് ഐറ്റ്യൂസ് മാത്രമേ ഉണർന്നിട്ടുള്ളൂ പറയാം. അല്ലാതെ ഒരു മാധ്യമത്തിൽ നമ്മൾ കണ്ടു. ഞാൻ ദിവസം സാറേ യൂട്യൂബ് നോക്കുന്ന ആളാ. അതുകൊണ്ട് സാറിന്റെ ന്യൂസ് കണ്ടിട്ട് ഒത്തിരി അഭിമാനം. കാരണം വെച്ചാൽ ഞാൻ എവിടൊക്കെ ഇത് സാറിന്റെ ന്യൂസ് ഞാൻ ഫേസ്ബുക്കിലും ഞാൻ എവിടൊക്കെ ഷെയർ ചെയ്യും അവിടെ എല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ നന്ദി പറയാൻ വേണ്ടി വിളിച്ച കേട്ടോ സാർ. എന്നും സാർ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ ഒപ്പം ഉണ്ടായിരിക്കണം. ഹലോ, ഞാൻ കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്. എൻ്റെ പേര് എബ്രാഹിം എന്നാണ്. ഞാനൊരു LDF ശരിക്കും പറഞ്ഞാൽ. അത് നിങ്ങൾക്ക് ഒരു ബിഗ് സല്യൂട്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാലേ എനിക്ക് സങ്കടം തോന്നുന്നുണ്ട്. കാരണം ഞാൻ LDF കാരനാണെങ്കിലും പിണറായി കാണിക്കുന്നത് എല്ലാ തേമാറ്റത്തിനും ഞാൻ കൂടെ നിൽക്കുകയില്ല. പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നു. കാരണം നല്ല ചെറുപ്പക്കാരൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത്. LDF കാരനാണെങ്കിൽ പോലും എനിക്ക് അവനെ ഇഷ്ടമാണ്. അവനെ ഈ പരുവാക്കാൻ ഈ സതീശ് എങ്ങനെ തോന്നി? തന്തയ്ക്ക് പറക്കാത്ത പണിയല്ലേ സതീശ് ചെയ്ത്. അവനെ മടലെടുത്തടിക്കണം. മടൽ മുരിക്കിന്റെ മുള്ളുള്ള മുരിക്കൊണ്ടടിക്കണം അവനെ. ഇത്രയും നല്ല ചെറുപ്പക്കാരനെ ഇവന് ഈ രാഹുൽ മാങ്കൂട്ടത്തിലും മറ്റേ ഷാബിയൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇവനൊക്കെ എന്നാ ചെയ്ത് തന്നെ. ശരിക്കും പറഞ്ഞ ഈ ഷാബി മാങ്കൂട്ടത്തിലും പിന്നെ മറ്റേ ചെറുപ്പക്കാർ കുറെ പിള്ളേരുണ്ട്, ഉമ്മൻചാണ്ടിയുടെ മനും, ഇവരൊക്കെ ഇല്ലായിരുന്നെങ്കിൽ ഈ കോൺഗ്രസ് ഇതോടെ തീർന്നു പോകല്ലായിരുന്നു. ആ കോൺഗ്രസ് നശിച്ചു കിടന്ന കോൺഗ്രസിനെ വളർത്തിക്കൊണ്ട് വന്നിട്ട് അവസാനം അവന്റെ പുതുകാട് വെട്ടിക്കളഞ്ഞില്ലേ. ഒരു കോൺഗ്രസിന്റെ ഒരു പ്രസിഡന്റ് വന്നിട്ടുണ്ട്, സൺ ഒരു ഉണ്ണാക്കൻ. അവനെ കിടന്ന് ദൂരെ കളയണം. എന്നിട്ട് ആ പഴയ സുഹാനെ പിടിച്ച് പ്രസിഡന്റ് ആക്കണം. അല്ലെങ്കിൽ കോൺഗ്രസ് പിടിച്ചു പോകും. അതിനൊരു തർക്കവും വേണ്ട. സാറേ, ഞാൻ കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്. എൻ്റെ പേര് റാവുത്തർ ഷാജി എന്നാണ്. ഒരു കാര്യം ചെയ്യുമോ സാറേ, ഈ പറവൂരും ഈ ചെന്നിത്തലയിൽ ഇവരെ തോപ്പിക്കാൻ എന്തെങ്കിലും വഴി ഉണ്ടോ നോക്കുക. ഇവന്മാര് കാണിക്കുന്ന ഈ രമേശ് ചെന്നിത്തല ആദ്യം കോട്ടയത്ത് വന്ന് നിൽക്കുമ്പോഴത്തേക്കിന് 5000 വോട്ടിന് കുറുപ്പിനെ തോപ്പിച്ച്, പിന്നെ 76,000 വോട്ടിനെ കണ്ട് ജയിച്ച്, പിന്നെ 5000 വോട്ടിന് കുറുപ്പ് തോപ്പിച്ച്. ആ സമയത്തൊക്കെ രമേശിന്റെ ഇത് ഇവിടെ വന്നിച്ച് അവൻ എന്തെങ്കിലും ഒന്ന് പ്രസംഗിക്കാൻ പെണ്ണുങ്ങള് ചീമോട്ടയ്ക്ക് എറിയും. പിന്നെ മൂന്നാമത് തോക്കാൻ കാരണം എന്തുവാ? ഇവനെപ്പറ്റി ഇവിടെ ആൾക്കാർ പറയുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം. നമുക്കിപ്പോ ഇപ്പൊ പല പൊതുജനങ്ങളല്ലേ കൂട്ടം കൂടി എന്ന് പറയുന്നതേ. പിന്നെ കോട്ടയം ടൗണിൽ ഇവിടെ വീടെടുത്ത് താമസിച്ചപ്പോ ഇവിടെ അയാളെപ്പറ്റി എത്ര പെണ്ണ് പ്രശ്നങ്ങൾ ഇവിടെ ആൾക്കാർ പറയുന്നു. ഇതിലൊക്കെ എന്തൊരു മനുഷ്യരാ. നമ്മളുമൊക്കെ ഇതിനു വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഈ പറവൂരുള്ള ജനങ്ങളെ കൊണ്ടും ഹരിപ്പാടുള്ള ജനങ്ങളെ കൊണ്ട് ഇവന്മാരെ തോപ്പിക്കാൻ ഇവന്മാർ രണ്ടുപേരും ഇവിടുന്ന് ഇറങ്ങിയാൽ തന്നെ ആ പ്രസ്ഥാനം രക്ഷപ്പെടും. ഇവന്മാർ രണ്ടുകൂടെ കസേരക്കുള്ള പിടിവലിയാ. അതിനെന്തെങ്കിലും വഴിയുണ്ടോ സാറേ? അല്ല, അതിപ്പം ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. ജനങ്ങൾ അതുകൊണ്ടല്ലേ അവരുടെ ശക്തമായ പ്രതികരണം വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. ഹരിപ്പാട്ട ജനങ്ങളും ഇവന്മാരെ തോപ്പിച്ചാല് അവന്മാരെ കസേരക്കുള്ള പിടിവലിയാ ഇത്. ഇല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം വന്ന് ഇപ്പൊ പ്രതിപക്ഷത്ത് എത്ര പേരിരിക്കുന്ന അപ്പുറത്തെ ഭരണപക്ഷത്ത് ഇവർക്ക് എന്തെങ്കിലും ഒന്ന് പറയാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടായിട്ട് ഇവർക്ക് ഒരു ആക്ഷൻ എടുക്കാമായിരുന്നല്ലോ. ആ പാവപ്പെട്ടവൻ ഇപ്പൊ പുറത്തു പോലും ഇറങ്ങുന്നില്ല. സാറേ, അങ്ങനെ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ ജനങ്ങളിൽ എത്തിച്ച് ഇവന്മാരെ ഒന്ന് തോപ്പിക്കാൻ എന്തെങ്കിലും വഴി ഉണ്ടെങ്കിലേ അതായിരിക്കും ഏറ്റവും ഭംഗി. തീർച്ചയായിട്ടും. ഇപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ നമ്മളൊരു സേവ് കേരള മൂവ്മെന്റ് എന്ന് പറഞ്ഞൊരു ഒരു സംഘടന തന്നെ ഉണ്ടാക്കി അതിനുള്ള ഇവന്മാര് മാത്രമല്ല, ഇങ്ങനെ ഈ ഗ്രൂപ്പിസം കളിക്കുന്ന നേതാക്കന്മാരാകാൻ കളിക്കുന്നവന്മാരെല്ലാത്തിനെ എവിടെ നിന്നാലും അങ്ങ് തോപ്പിക്കുകയാണ്. അവന്മാരെ ഇല്ലാതായാലേ ആളുള്ളൂ ഈ പ്രസ്ഥാനം വളരുകയുള്ളൂ. ഇതൊക്കെ വളർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാ നമ്മളൊക്കെ. എനിക്ക് ആദ്യം കഞ്ഞിയോട്ട് രമേശ് ആദ്യം കോട്ടയത്ത് വന്നപ്പോഴായിരുന്നു. അതിന് നമ്മൾ അന്ന് മുതൽ പുള്ളിക്ക് വേണ്ടിയിട്ട് ഇവിടെ എല്ലാം നടന്നത്. നമ്മള് 3 പ്രാവശ്യം നടന്ന 3ാമത്തെ പ്രാവശ്യം പോയപ്പോഴത്തേക്കിന് പെണ്ണുങ്ങൾ തന്നെ ചീത്ത പറച്ചിട്ട് തുടങ്ങി. ആ മനുഷ്യനാ ഇപ്പൊ ഇങ്ങനെ ഈ പറയുന്നത്. അതൊക്കെ പുള്ളിക്ക് കോട്ടയത്ത് ധൈര്യത്തിൽ വന്ന് പ്രസംഗിക്കാൻ പറ്റത്തില്ല. ഈ പ്രശ്നത്തെ പറ്റി പറഞ്ഞ പെൺപിള്ളേരെ തന്നെ ചീമോട്ടയ്ക്ക് എറിയും ചിലപ്പോ. അങ്ങനെ ആരും മോശക്കാരൊന്നുമല്ല. അവർ ഈ പറയുന്നവരാരും മോശക്കാരില്ല. സതീശനെ പറ്റി ഈ ഇടയ്ക്ക് ഒരു ചാനലിനകത്ത് കണ്ടായിരുന്നു, ഒരു പെണ്ണുപിള്ള പറയുന്ന കീറി അണ്ടർവെയർ കച്ചട്ട ഇട്ടുകൊണ്ട് പോയെന്നോ ഇതൊക്കെ പറയുന്ന ഒരു ചാനൽ കണ്ടായിരുന്നു, ഏതോ ഒരു ചാനലില്. ഇതൊക്കെ അന്നേരം അവരൊക്കെ ഇതൊക്കെ കടന്നില്ലേ ഇങ്ങോട്ട് വന്നേ സാറേ. മുഹമ്മദ് വാപ്പു, എടത്തനാട്ടുകര, കോട്ടപ്പള്ള, മണ്ണാർക്കാട്. നമ്മൾ ഈ സതീശനും പിന്നെ ചെന്നിത്തലക്കും ദേശീയ വേണുഗോപാലിന് വരെ പണി കൊടുക്കാനില്ലേ? ഈ സതീശൻ എന്ത് കണ്ടാണ് ഒരുങ്ങിക്കുന്നത്? പിണറായിയുടെ മൂട്ടിൽ കൊണ്ടുപോയി പിന്നെ കോൺഗ്രസ്സുകാരെ കെട്ടാനോ? ഓന്റെ ചിരി കണ്ട അടി മോളും നേരത്തെ ഓൻ ഇനി മീശ കരുപ്പിച്ച് ഇങ്ങനെ ഇതാക്കണ്ടത്. ഞങ്ങൾ എവിടെ 2 ദിവസം വന്നിരുന്നു എടത്തനാട്ടുകര. കാരണം പ്രസംഗം പറ്റാതിയാണ് അവിടുന്ന് ഇറങ്ങി പോകുന്നത്. കാരണം 69 വയസ്സായ ഒരു മുഹമ്മദ് വാപ്പു, ഞാൻ 4ാം ക്ലാസ് മുതൽ കോൺഗ്രസ്സുകാരനാണ്. 4ാം ക്ലാസ് മുതൽ. ഇവനൊക്കെ ജനിക്കണേ മുന്നേ കോൺഗ്രസ്സുകാരനാണ്. പക്ഷെ ഇത്ര അതമ്പതിഞ്ഞൊരു
പ്രതിപക്ഷ നേതാവിനെ നമ്മളെ ജീവിതത്തിൽ കണ്ടത്. 2 എണ്ണം. ഒന്ന് രമേശന്, ഒന്ന് സജീഷന്. അപ്പൊ ആണും പെണ്ണും അല്ലാത്ത ഒരു പ്രസിഡന്റ് നമ്മളെ പാർട്ടിക്ക് കിട്ടി. ഞാനാണെങ്കിൽ കോൺഗ്രസിനും ലീഗിനും അല്ലാതെ വോട്ട് ചെയ്യാത്ത ഒരു മനുഷ്യന് അതിന് മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ. എന്റെ 17ാം വയസ്സിൽ ഞാൻ കോൺഗ്രസിന് വോട്ട് ചെയ്ത സുന്നാ സാഹിബിന് എന്റെ കഞ്ഞി വോട്ട്. നമുക്ക് കണ്ടിട്ട് സങ്കടമുണ്ട്. ഇന്ന് അപ്പൊ ഇവനെ നമുക്ക് ഒന്ന് താഴെ ഇറങ്ങണം. സജീസ് എന്ന് പറയാൻ എനിക്ക് പറ്റില്ല, സജീസനാണ് ആൾക്കാർ പറയുന്നത് പോലെ. എൻഡി ഇതിനൊക്കെ കോൺഗ്രസിനെ അയച്ചു കഴിഞ്ഞാൽ അടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. അവന്റെ പാർട്ടിയിൽ എത്ര പെണ്ണുപൊടിയന്മാരാണ് ഇപ്പോഴും മന്ത്രിയായിട്ടും അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ടും. അത് ചിന്തിച്ച് നോക്കണം. പെണ്ണിന്റെ സദ്യ മാത്രം അയച്ചിട്ട ആൾക്കാരും കൂടി ഉണ്ട് അതിനകത്ത്. പബ്ലിക്കായി വന്ന് വെറും കോൺഗ്രസിനെ തിന്നാനായിട്ട് കോൺഗ്രസിന്റെ അധോലോകനാണ് ഇവൻ. കോൺഗ്രസ് ഇവൻ നയിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് ജന്മത്തിന് അധികാരത്തിലെത്തൂല. ഈ സതീശനിടത്തോളം കാലം, രമേശിനിടത്തോളം കാലം കോൺഗ്രസ് അധികാരത്തിലെത്തൂല. അതെ, ഞാൻ ഇവിടെ തൃശ്ശൂർ ജില്ലയില് നാട്ടിക നിയോജക മണ്ഡലത്തിലുള്ള 6ാം വാർഡിലുള്ള സത്യൻ. അത് 82 വയസ്സുണ്ട് എനിക്ക്. പിന്നെ ഈ പത്രം വായനയും ചാനലുകളും കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നതാണ്. അതായത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയിട്ടുണ്ടായിട്ടുള്ള ഒരു കാര്യമുണ്ടല്ലോ, ആ കാര്യത്തിനെ പറ്റിയിട്ട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റാത്തൊരു കേസാണത്. കാരണം വെച്ചാല് രാഹുൽ ഇത്ര മാത്രം കഷ്ടപ്പെട്ട് ജനസമ്പതി സമ്പാദിച്ചിട്ട് അതിനെ ഒറ്റിക്കുറക്കാനായിട്ട് നിൽക്കുന്ന കുറെ കോൺഗ്രസിന്റെ ആൾക്കാരെ പറ്റിയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞിട്ട് സതീശൻ ഇപ്പോ 4 കൊല്ലത്തോളായി. അതിന് മുന്നേ രമേശ് ചെന്നിത്തലയായിരുന്നു. പക്ഷെ അതിൽ ഈ സതീശൻ പ്രതിപക്ഷ നേതാവായി വന്നിട്ട് ഇത്രമാത്രം ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് പറയാനില്ല. കാരണം വെച്ചാല് പാർട്ടീനെ സംബന്ധിച്ച് പറയാതെങ്കിൽ പിണറായി വിജയൻ ഇത്രമാത്രം തെറ്റുകളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടും അതിനെ സംരക്ഷിച്ചിട്ടും അതിന് ഒരു അന്വേഷണമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് പോകുന്നത് കൊണ്ടുള്ള ഒരു വിഷമം നമുക്കത് ഈ പത്രവായനയിൽ കൂടെയും ചാനലിൽ കൂടെ അറിയുന്നതുകൊണ്ട് പറയുന്നതാണ്. സതീശന്റെ ഈ കഴിവുകേടും ഇതാണ് ഈ പിണറായി ഇത്രമാത്രം വളരാനുണ്ടായ കാരണങ്ങൾ. ഒന്നിനെയും ചേർത്ത് തോൽപ്പിക്കാനോ അതിന് തക്കതായ മറുപടി പറയാനോ പ്രതിപക്ഷ നേതാവിന് പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ നമുക്ക് ഈ ദുരിതങ്ങള് ഇത്രമാത്രം മാർക്സിസ്റ്റ് പാർട്ടി ഈ 9 കൊല്ലമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു കഷ്ടപ്പാടിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി കോൺഗ്രസിൽ തമ്മിലടിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ വിജയിക്കുമോ അല്ലെങ്കിൽ ഇനി ഭരണം കിട്ടുമോ എന്നുള്ളൊരു അഭിപ്രായം പറയുന്നതാണ്. ഞാൻ തികച്ചും കോൺഗ്രസിന്റെ ഒരു കുടുംബത്തിൽ പെട്ടു. ഇത്രമാത്രം, അതായത് എൻ്റെ 15 വയസ്സ് തൊട്ടുള്ള ഈ കോൺഗ്രസിന്റെ കറകളഞ്ഞ കോൺഗ്രസ്സുകാരനായതുകൊണ്ട് ഞാൻ ഇത്രമാത്രം വിഷമത്തിൽ കൂടെ പറയുന്നതാണ്. നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരിക്കലും ആ പ്രസ്ഥാനത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പാടില്ല. വീണ്ടും അസംബ്ലിയിൽ 15-ാം തീയതിക്ക് എത്താനുള്ള ഒരു സംവിധാനം പരമാവധി ഉണ്ടാവണം എന്നുള്ളൊരു അഭിപ്രായമാണ്. ഇനി അടുത്ത പറവൂരിന് ജയിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ഈ കോൺഗ്രസ് പാർട്ടിയിൽ ഒരു സ്ഥാനത്തേക്കും വെക്കാണ്ടിരിക്കാനാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്നത്, അല്ലേ? അപ്പൊ അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. അതിനൊന്നും കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പൊ നമ്മളിപ്പോ ഈ 10 കൊല്ലത്തിനുള്ളിൽ കുറച്ച് ഊർജ്ജസ്വലതയില് ഷാഫി പറമ്പിലും മാങ്കൂട്ടത്തിലും ഇതൊക്കെ കുറച്ചൊക്കെ നല്ല ചെറുത്ത് മറ്റേ മാർക്സിസ്റ്റ് പാർട്ടിനെ ചെറുത്ത് കോൺഗ്രസ് പ്രവർത്തകര് ഇവന്മാർ ഈ പണിയാണ് തുടരുന്നെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇവന്മാർക്ക് വോട്ട് ചെയ്യുമോ? അതാണ്. അപ്പൊ അത് നമ്മള് ഈ ഇമേജ് നമ്മള് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഈ 2 ചെറുപ്പക്കാര്, അതായത് നമ്മുടെ ഇവരൊക്കെയില്ലേ, മാത്യു കുഴൽനാടൻ, അവരൊക്കെ നല്ല ഊർജ്ജസ്വലതയിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുവന്ന് ഇത്രയൊക്കെ ഇതിലൊന്ന് അടുത്ത തെരഞ്ഞെടുപ്പിനെ മുന്നോടിയായിട്ടാണ്. അപ്പൊ ഇവരൊന്നും പൊന്തി വരരുത് എന്നുള്ള ഒരൊറ്റ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉമ്മൻചാണ്ടിക്ക് സംഭവിച്ച മാതിരിയുള്ള സംഭവമാണ് ഇപ്പൊ ഈ കാണിച്ചു കൂട്ടുന്നത്. അല്ലാതെ തോന്നുന്നുണ്ടോ സാറ്? അതെ. അപ്പൊ അതിനെ പറ്റിയിട്ട് നമ്മള് നല്ല രീതിയിൽ തന്നെ പെരുമാറിക്കൊണ്ട് ഇവരെ ഇനിയൊരു ഭരണം ഈ കേരളത്തിൽ വേണ്ട എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ്. കാരണം വെച്ചാൽ വേറെ ആരെങ്കിലുമൊക്കെ ഇതിനെ പറ്റിയിട്ടൊക്കെ വരട്ടെ എന്നുള്ളതാണ്. നമ്മളെ
കോൺഗ്രസ്സുകാർ അതിന് പ്രയത്നിക്കാന്ന് വെച്ചാൽ നടക്കണ കേസാണ്. അതിന് തമ്മിലടിച്ചാൽ ഇങ്ങനെ ഈ കാര്യങ്ങൾ നടക്കും. പിന്നെ മൂപ്പര് സതീശൻ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടുള്ള കുപ്പായൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞ അവരെ കൊണ്ടൊന്നും ഈ കേരളത്തിനെ കൊണ്ട് നടക്കാനുള്ള ശേഷിപ്പില്ല. ശരിക്കും പറഞ്ഞാൽ ഷാഫി പറമ്പിലൊക്കെ പാർലമെന്റിലും തിളങ്ങിയില്ലേ. ഇവിടെ ഇപ്പോ അതേമാതിരി തന്നെ കേരളത്തിലും അസംബ്ലിയിൽ രാവൺ മാങ്കൂട്ടത്തിലും തിളങ്ങി നിൽക്കുന്നു. അവനെ എങ്ങനെയും ഇല്ലാണ്ടാക്കണം, രാഷ്ട്രീയ തലത്തിൽ ഇല്ലാണ്ടാക്കണം എന്നുള്ളതാണ് പിണറായിയുടെയും പാർട്ടിയുടെയും ആവശ്യം. അപ്പൊ അത് നമ്മൾ അംഗീകരിക്കാൻ പാടില്ല എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. ഹലോ, ഞാൻ പുല്ലാടുന്ന വിളിക്കുന്നത്, ബേബി. ഞാൻ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നതും ആളാണ്. എനിക്ക് എന്റെ രാഹുലിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടം. എന്റെ മോന്റെ പ്രായം അവന്. എനിക്ക് രാഹുലിനെ ഒന്ന് കാണണം. എന്താണ് ഈ രാഹുൽ പുറത്തിറങ്ങാത്ത, പാലക്കാട്ട് പോകാത്തതും ഒക്കെ. അപ്പം അതിനുവേണ്ടി എന്തേലും ചെയ്യാമെങ്കിൽ സാറും കൂടെ ചെയ്യണം അതിനു വേണ്ടി കേട്ടോ. എനിക്ക് രാഹുലിനെ ഒന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ പോകാനിരുന്നു അവിടെ, പക്ഷേ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഉറങ്ങാൻ രാത്രി 12 മണിക്കൊക്കെ കണ്ണു തുറന്ന പിന്നെ രാഹുൽ അവനെ പറ്റി ഓർത്താണ് സങ്കടം. എനിക്ക് അത്ര വിഷമമാണ് രാഹുലിനെ പറ്റി ഓർക്കുമ്പോൾ. രാഹുലിന്റെ അമ്മയെ കുറിച്ചും എല്ലാം. പിന്നെ ഈ സതീശൻ എനിക്ക് ആ സതീശൻ ഇന്ന് ആ പേപ്പറെ, മനോരമ പത്രത്തെ പിണറായിയുടെ കൂടെ ചിരിച്ചിരിക്കുന്ന ഫോട്ടോ കണ്ടിട്ട് ഞാൻ ഈ സതീശനെയൊക്കെ ഫോൺ വിളിച്ചിട്ട് വഴക്ക് പറഞ്ഞിട്ടുള്ള ഇതിനു മുമ്പും. ഈ ചെന്നിത്തലേനെയൊക്കെ ഞാൻ വിളിച്ചിട്ടുള്ള ഫോൺ ചെയ്ത. പണ്ട് ചെന്നിത്തലയെ ഞാൻ വിദേശത്തായിരുന്നപ്പോ ഞാൻ അവിടെ നിന്ന് വിളിച്ച് ഈ പുള്ളിയോട് രാജിവെക്കാൻ വരെ പറഞ്ഞതാ, ഈ ചെന്നിത്തലേനെ രാജിവെപ്പിക്കാൻ. പിണറായിയുടെ കൂടെ എന്നെ ഓർക്കുമ്പം ഇവൻ പിണറായിയുടെ ആളാന്നുള്ളത് ഞാൻ, പക്ഷെ എല്ലാരും എന്നോട് പറയുമ്പോഴും ഞാൻ വിശ്വസിക്കുകയില്ലായിരുന്നു. എന്നാലും ഇയാളെ എനിക്ക് സപ്പോർട്ട് ചെയ്ത് പറയണമെന്നാണ്. ഇന്നും എനിക്ക് കോൺഗ്രസിനെ മറക്കാൻ പറ്റത്തില്ല. ഞാൻ കോൺഗ്രസിനെ വെറുക്കത്തുമില്ല. പക്ഷെ ഈ സാധാരണ ഇതുങ്ങളെ എല്ലാം ഓടിക്കണം ഇവിടുന്ന്. അതേ ഉള്ളൂ എനിക്ക്. ആ KC വേണുഗോപാലും എല്ലാം അഴുക്കുകളാണ്, എല്ലാം ചെന്നിത്തലയും എല്ലാം. ഇനി ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ എങ്ങനെയാലും ഇവര് കളയുമോ? എനിക്ക് അതാണ് അറിയേണ്ടത്. ആ രാഹുലിനെ പാലക്കാട്ടേക്ക് പോകാൻ പറയാനുള്ളതിന് എല്ലാരും കൂടെ ആ നാട്ടുകാരൊന്നും അവനെ ഒന്നും ചെയ്യത്തൊന്നുമില്ല. സർ നമസ്കാരം, ഞാൻ കൊച്ചിയിൽ നിന്നാണ്. എന്റെ പേര് പൂങ്കൊടി എന്നാണ്. ഞാനൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാണ്, റിട്ടയർഡ് ആയതാണ്. കമ്മ്യൂണിസ്റ്റിലെ പ്രവർത്തകയും കൂടിയായിരുന്നു. രാഹുലിനെ സംബന്ധിച്ച് ഒരു 2 വാക്ക് സംസാരിക്കാനാണ് സാറേ. നല്ലൊരു പയ്യനാണ്. അവന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് രാഷ്ട്രീയക്കാര് ഇതിന് ഇടപെടേണ്ട ആവശ്യമില്ല. അവൻ രാഷ്ട്രീയത്തിൽ നല്ലൊരു ഇതാണ്. സാഫിയും രാഹുലും കൂടി ഇല്ലെങ്കിൽ കോൺഗ്രസ് ഉണ്ടാവില്ല സാറേ. അത്ര നല്ല പ്രവർത്തനമാണ് ആ പയ്യന്റെ. ഞങ്ങളൊക്കെ അനുകൂലിക്കുന്നുണ്ട് സാറേ. എങ്ങനെയെങ്കിലും അനുകൂലിക്കുന്ന ആൾക്കാരാണ്. ഞാൻ പാർട്ടിപരമായിട്ടല്ല, വ്യക്തിപരമായിട്ട് ആ പയ്യനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ തൊടുപുഴയിൽ ലൂസി ബാബു എന്ന് പറയുന്ന ആളെ വിളിക്കാം. വളരെ എൻ്റെ ബ്രദറെ, ഒരു തുണിയില്ലാത്ത ഒരു കാര്യം സംസാരിക്കില്ല. അവരെ പെറ്റ അപ്പനെ അമ്മേനെയും ചാട്ടവാറെടുത്ത് അടിക്കണം, പെൺകൊടയിൽ കൊടുക്കണം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം പെണ്ണുങ്ങൾ ഇങ്ങനെ ആണുങ്ങളെ ചതിക്കാൻ വേണ്ടിയിട്ട്, പ്രലോഭിപ്പിക്കാൻ വേണ്ടിയിട്ട് വേഷം കെട്ടി ഇറക്കി വിടുന്ന കള്ളമാരും നന്നമാരെ ആദ്യം തല്ലണം. അതൊന്ന് പറയാൻ വേണ്ടി വിളിച്ച, കൺഗ്രാറ്റുലേഷൻ ചെയ്യാൻ വേണ്ടി വിളിച്ച. എൻ്റെ പേര് മാത്യു ദാനിയൽ, റാന്നി എന്നാണ് വിളിക്കുന്നത്. റാന്നി. ഞാൻ വിളിച്ചത് നമ്മുടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുറെ ദിവസമായിട്ട് നിങ്ങൾ തകർത്തോണ്ടിരിക്കുന്നുണ്ട്. വളരെ നല്ല കാര്യമാണ്. ഈ രമേശ് ചെന്നിത്തലയും VD സതീശനും KC വേണുഗോപാലും ഉള്ളിടത്തോളം കാലം അവനെ ഗതി പിടിപ്പിക്കത്തില്ല. അവർ ഈ 3 കക്ഷികളും കൂടെ ചേർന്നുള്ള കളിയാണ് ഇവിടെ. കോൺഗ്രസിനെയും രക്ഷപ്പെടുത്തത്തില്ല. പറച്ചിൽ മാത്രമേ ഉള്ളൂ. ഒരു ഗതി പിടിക്കാനുള്ള ഒരു സാധ്യതയുമില്ല. അടുത്ത പ്രാവശ്യം പിണറായിയുടെ മുഖ്യമന്ത്രി തന്നെ വീണ്ടും വരും. അതിനുള്ള കാര്യങ്ങൾ നീക്കുന്നുണ്ട്. BJP തന്നെ, അതിന്റെ കൂടെ തന്നെ BJP വളർന്നുണ്ട്. അപ്പം അത് വ്യക്തപരമായിട്ട് ഇതിന്റെ വ്യക്തത കറക്റ്റാക്കി ജനങ്ങളിൽ എത്തിക്കണമെന്ന് പറയാനാണ് ഞാൻ വിളിച്ചത്. അല്ല, ഇവനെ ഈ VD സതീശൻ പ്രതിപക്ഷ നേതാവായത് ഇയാൾക്ക് വേണ്ടിയാ. ആർക്കാ? പിണറായി വിജയന് വേണ്ടിയാണ് പ്രതിപക്ഷ നേതാവായത്. പിണറായി വിജയന് എന്ത് പറയുന്നോ അത് തന്നെയാണ് നടത്തുന്നത്. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ ഇല്ലാതാക്കാൻ ഇവിടുത്തെ നിർദ്ദേശമാണ്. ആ നിർദ്ദേശം നടപ്പിലാക്കുന്ന ജോലിയാണ് ഇപ്പം VD സതീശൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വ്യക്തമായിട്ട് നമുക്ക് പുറത്ത് കൊണ്ടുവരണം. എല്ലാം തെളിവുകൾ സഹിതം രംഗത്ത് കൊണ്ടുവരണം. അത് പറയാനാണ് ഞാൻ വിളിച്ചത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.